ക്യാമറ ഉണ്ടൊക്കെ പാവം മാറി നൈസായിട്ട്. ഇങ്ങനെ കളിച്ചാ മതിയോ? ഇങ്ങനെ കളിച്ച് നടന്നാ മതിയോ? സ്കൂളിലേക്കൊക്കെ പോകണ്ടത്. ചാലപ്പാ നീ പോണ്ട സ്കൂളിലേക്ക്? സ്കൂളിൽ പോണ്ട? സ്കൂളിൽ പോണ്ടറാ ചിമ്പോ? എല്ലാരും കാലത്ത് ക്ലീനിങ്. അപ്പൊ ഗായ്സ്, അപ്പൊ പിന്നെ നമ്മളെ ആജീസ് ഇന്നോട്ട് അതെ 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 അതെ. ശരിക്ക് നാളെ തൊട്ട് 7:30 ബസ് വരും. അതെ 7:30 മുന്നേ ബസ് വരും. അപ്പൊ നമ്മള് ഇവിടെ ഒരു 5 മണിക്കെങ്കിലൊക്കെ എണീക്കേണ്ടി വരും. അവന് ഇനിയിപ്പൊ അവന്റെ സ്കൂൾ 8:15 ശരിക്കും തുടങ്ങും. വണ്ടി വരും ഇവിടെ. അതെ എന്തോ ചീഞ്ഞ് ആൾക്കാരുടെ സ്കൂള് ആളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആള് അതന്നെയാണ് ഇപ്പൊ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുന്നത്. അതെ അങ്ങോട്ട് പോകുമ്പോഴും വിചാരം പാർക്ക് മാത്രം ഉണ്ടാവുള്ളൂ. അവിടെ പോയിട്ട് ഒരു പ്രവേശനോത്സവം പോലെ. അതാണ് ആ സാധനത്തിന്റെ പേരില്ല, മറന്നിരിക്കരുത്. പ്രവേശനോത്സവം. ചാലപ്പാ നീ പോണ്ടറാ കളി ചാലിക്ക് ഡ്രസ് അപ്പൊ ഞാൻ ഇവിടെ രാവിലെ വിച്ചുവിന് ഓഫീസുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവരോട് ഞാൻ വിച്ചു ഓഫീസിൽ വന്നിട്ട് ഞങ്ങളാക്കിട്ട് പോകും. കടല, വെള്ളക്കടല, ചന, മസാല. അവനൊന്നും ഒന്നും കൊണ്ടോണ്ട. അവന് മറ്റേ ദോശ കൊടുത്തു കൊണ്ടുപോകണമെങ്കിൽ അത് മതി. അതല്ലെങ്കിൽ ദോശ കയ്യിൽ പിടിക്കാം. അവിടെ എങ്ങനെയാണ് ഒരുമിച്ച് കഴിപ്പിക്കണ്ടോ? 7:30 ആയി. അവനെ ഞാൻ 10:30 നോക്കി. അതിനേക്കാൾ മുന്നേ നാളോട്ട് ഓർക്കണം. 8:30 ആവുമ്പോഴേക്ക് നമ്മളവിടെ എത്തണം. കണക്കാവുന്ന വീഡിയോയിലേക്ക് നേരത്തെ ഇനി നേരത്തെ കണ്ണടഞ്ഞു പോകും. ഞാനൊക്കെ ഇവനെയും കൊണ്ട് നേരത്തെ മമ്മി പറഞ്ഞ പോലെ ഇവനെയും കൊണ്ട് വേഗം കിടന്നാലാണോ ഓർമ്മയുള്ളൂ. അതെ നേരത്തെ നമ്മൾ കിടക്കുന്നില്ലെങ്കിൽ അവനും കിടക്കില്ല. ഈ പുലർച്ചെ വരെയുള്ള എന്ത് തോന്നുന്നു? ഉണ്ണിയുടെ LKG ആദ്യമായിട്ട് പ്രൗഡ് മൂമെന്റ്. കാരണം ചെറുപ്പത്തിൽ എന്നെ LKG കൊണ്ടാക്കിയ രംഗം മുന്നേ ഓർമ്മയുണ്ട്. മമ്മി പിന്നെ ഇവനാ പക്ഷെ കരയൂ. അത് ആദ്യത്തെ അത് കരഞ്ഞു കേട്ടോ. അത് പിന്നല്ലാണ്ട് എല്ലാ വീടുകളും കരയില്ലേ. ഞാൻ ക്ലാസ്സിൽ കയറിയിരുന്ന് ചന്ദനൊക്കെ തൊട്ട് വരും. ഫസ്റ്റ് ദിവസം ഞാൻ ഇങ്ങനത്തെ ഒരു മുഖമായിരുന്നു. ലാസ്റ്റ് പതുക്കെ ടീച്ചർ ബാക്കി ഇവിടെ മറ്റേ വാർത്തയിലൊക്കെ പ്രവേശനോത്സവത്തില് എല്ലാ പിള്ളേരും കരയും. അതെ അതങ്ങനെയല്ലേ. പക്ഷെ ചില പിള്ളേരൊക്കെ ജോളിയായിട്ട് ഇരുന്നിട്ട് പഠിക്കാൻ പോവാണ്, പഠിക്കാണ്. അപ്പൊ നീ കരയണില്ലേ? എനിക്ക് കരച്ചില് വരുന്നില്ല. അത് ചിലപ്പോ ഈ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലത്തെ അല്ലെങ്കിൽ പോയ കുട്ടികളായിരിക്കും ഓൾറെഡി. അല്ല പോവാത്ത കുട്ടികളാണെങ്കിൽ ഈ പാരന്റ്സ് എല്ലാം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ഡേ കരഞ്ഞില്ലേ? നമ്മള് 2.5 വയസ്സിലാക്കി.
ഇതൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ടും അതുപോലെ നീ ഒട്ടും കറിയില്ല മിങ്കിളാവാൻ വേണ്ടിട്ടാണ്. അങ്ങനെ അവനെ കൊണ്ടാക്കുകയില്ല. എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് നേരിട്ട് സ്കൂളിലാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് തൊട്ട് മിങ്കിളാവാൻ വേണ്ടി നമ്മള് പ്ലസ് സ്കൂളിലാക്കി. അപ്പൊ ഇന്ന് തൊട്ട് നമ്മുടെ ആദ്യ സ്കൂൾ ലൈഫ് തുടങ്ങാണ് ഗായ്സ്. പിന്നെ പ്ലേ സ്കൂളിൽ ഔഷോർ കിട്ടണ അവനെ ഇന്നലെ അവര് യാത്ര പറയാനൊക്കെ ആയിട്ട് മിഠായി കൊടുത്തായിരുന്നു. പിന്നെ എന്താ പറയാ സമയില്ല, അല്ലെങ്കിൽ നമ്മളതൊക്കെ വീട്ടിൽ തന്നെ ജീവനം കൊണ്ട് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയത്. അത് കാരണം അത് കയറാനും വീഡിയോ. ഞാൻ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ 12 മണി സമയത്ത് അല്ലേ അവൻ ആവശ്യമായിട്ട് അവിടെ ആക്കിയിട്ട് പിന്നെ അങ്ങനെ പോയി മിഠായി മേടിച്ചു കൊടുത്തിട്ട്. അപ്പൊ അവിടെ എത്ര നാളെ നിന്ന് കിൻഡർ ഗാർഡൻ. അപ്പൊ അവിടുത്തെ എല്ലാ വീര ടീച്ചറടക്കം എല്ലാ ടീച്ചേഴ്സിനും അവന്റെ ആന്റിമാർക്കും അവന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എത്ര നാള് അവിടെ നിന്നില്ല. ഇനി ശരിക്കുള്ള റിയൽ സ്കൂൾ ലൈഫ് സ്റ്റാർട്ട് ആവാണ്. ഭയങ്കര കളിയാ. ഭയങ്കര കളിയാ. കളി തന്നെ കളി. അവൻ അറിയുന്നില്ലല്ലോ. അവര് വേറെ വിഷയം ഉണ്ടാവില്ലേ കൊണ്ടുപോകുമ്പോ? ഉണ്ടാവില്ല. ലവനാ ചായ ഒക്കെ വെച്ചുട്ടോ. നാളെ തൊട്ടപ്പോ എത്ര മണിക്ക് എണീക്കേണ്ടി വരും? എന്നെ വീഡിയോ എല്ലാം നോക്കണ്ട നിങ്ങള്. എന്നെ ഈ കാരണം ഞാൻ ഇങ്ങോട്ട് വേഗം 10 മണിക്ക് 9:30 എന്നെ കിടന്ന് നോക്കേണ്ടി വരും. ഞാൻ എടുക്കാനാവും എടുക്കൂല. അതാണ് എനിക്ക് ചിന്തിക്കാനേ എന്തൊക്കെ സംഭവിക്കും. ഇപ്പൊ തന്നെ ഇത് നേരത്തേക്ക് എന്തിനാ സ്കൂളില് 4 മണിക്ക് വയ്ക്കാം വൈകുന്നേരം. 10 മണിക്കാക്കിയാൽ സ്കൂളോട് ഇങ്ങോട്ട് പഠിപ്പിക്കാനാണ്. ചില രാജ്യങ്ങളിലൊക്കെ 4ാം ക്ലാസ് വരെ വിഷയങ്ങളെ നീക്കിയ പഠിപ്പിക്കാൻ. അവര് വരുന്ന ഒരുമിച്ചെല്ലാരും കളിക്കുക, ചിരിക്കുക, അവർക്ക് പിക്ചറുകളൊക്കെ കാണിച്ചു കൊടുത്തത്. വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ പറയാ. എക്സാമോ സബ്ജക്റ്റോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ വേണം. ഇതൊക്കെ പഠിപ്പിക്കണം. വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ട. ഇപ്പൊ ഇവിടെ ഒട്ടിച്ചിട്ടില്ലേ സ്റ്റിക്കർ, അതുപോലെ വെജിറ്റബിൾസ് എന്തൊക്കെയാണ്, ആനിമൽസിന്റെ ശബ്ദങ്ങള്, ഫാമിലി, വീട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ എന്നാവോ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും മന്ത്രിമാരെ നിയമം മാറ്റണം. ഇപ്പൊ നമ്മുടെ ഇവിടത്തെ നിയമം മാറ്റണം. നാളെ എത്ര മണിക്ക് എണീക്കണ്ടെന്ന് പറഞ്ഞില്ല. പൊന്നു കണ്ടത് സൊല്യൂഷൻ കണ്ടോ ഗൈസ്? എണീക്കണത് പറഞ്ഞില്ല. 6:30 എണീറ്റ് റെഡി ആവില്ല. 6:30 എണീറ്റ് 7:30 ആകുമ്പോഴേക്കും റെഡി ആവില്ല. 7:30 ബസ് വരും. ഞാൻ നാളെ തൊട്ട് രാവിലെ ജിമ്മിൽ പോവാ. എന്നിട്ട് ഞാൻ എണീക്കുമ്പോ നിങ്ങൾ ഇത് പറഞ്ഞത് ഒരു ദിവസത്തെ കണക്കാട്ടാ. ബാക്കി എല്ലാ ദിവസം ഞാൻ 4 മണിക്ക് അപ്പൊ എന്തിനാ നീ എന്റെ സൈഡിലാണ് നിൽക്കണം, അവന്റെ സൈഡിലാണ് നിൽക്കണം. അങ്ങനെ അപ്പുന്റെ സ്കൂള് കഴിഞ്ഞ കോളേജ് ഇതിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോവാണ്. അതെ, നമ്മളൊരു 6 മണി 5:45 എണീറ്റില്ലെങ്കിൽ 7:30 റെഡി ആവില്ല. എന്റെ മുഖം എന്റെ പിടിക്കണ്ട് ഞാൻ. പറഞ്ഞോ. ഈ വിച്ചുവിനെ 7:30 പോലും നമ്മള് വിളിക്കുമ്പോ ഒരുമിച്ച് വായോ എന്ന് പറഞ്ഞ് വിളിച്ചാ വരെ ആളെനിക്ക് മൂടി കെട്ടൂടെ. ഈ ആളാണ് 6 മണിക്ക് 5:45 വീട്ടിൽ
പൊന്നുവിന്റെ ടോണൊക്കെ നിങ്ങൾ ആലോചിക്കുന്നെങ്കിൽ വേറെ ഒന്നല്ല, ഉറക്കപ്പിച്ചലാണ്. അപ്പയുടെ സംസാരത്തില് കേൾക്കാറുണ്ടെങ്കിൽ നല്ല ശീലം. അതിനൊക്കെ എടുക്കുമ്പോ 1 മണി 2 മണി 3 മണിക്കാണ്. 3 മണിക്ക് കിടന്നിട്ട് എണീക്കണത് ഈ പറഞ്ഞ പോലെ 7 മണിക്കോ 6:30 എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ തലവേദന നടുവിന് എന്തിനുണ്ടാവും എല്ലാ ദിവസവും. അമൃതാഞ്ജൻ പരട്ടല്ല തീരുന്ന എടുക്കണത് 2 മണി 3 മണിക്കാ, എണീക്കണത് 6 മണിയൊക്കെ ആകുമ്പോ എണീക്കാ 6:30. നാളെ മുതൽ ആദ്യം സ്കൂൾ ബസ്സില് സ്കൂൾ ബസ്സില്. അവനിപ്പോ കൊണന്നാക്കാണെന്നുണ്ടെങ്കിലും 8:15 ആകുമ്പോഴേക്കും കൊണന്നാക്കണം. അവരിപ്പോ അത് അങ്ങോട്ട് കൊടുത്തോട്ടാ മതി. ആ വന്നാ നമ്മുടെ ഹീറോ കൂട്ടാൻ വന്നു. സിനിമകളിലെ പോലെ ചേട്ടൻ യൂണിഫോം ഇടിപ്പിച്ചു കൊടുക്കുക, മമ്മി ഫുഡൊക്കെ ഉണ്ടാക്കി പറഞ്ഞേ. വെൽക്കം ബാക്ക് ടു തടി ഫോട്ടോ. ഗുഡ് ബോയ്. അപ്പൊ ആദ്യം സ്കൂൾ ഡ്രസ്സൊക്കെ മാറിട്ട് കാണിച്ചു തരാം ഗൈസ്. ആ ഫസ്റ്റ് അവർ കളർ ഡ്രസ് ഇട്ട് മതി. അപ്പൊ ഡ്രസ്സൊക്കെ മാറിട്ട് ഇനി കാണിച്ചു തരാം സ്കൂളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പരിപാടികള്. ഇങ്ങോട്ട് നോക്ക് മച്ചാ, രക്ഷിക്കണേ, ഗുഡ് ബോയ് ആക്കണേ, പാപ്പനുണ്ടാക്കണേ. സ്കൂളിൽ പോവാണ് തമ്പാച്ച. നന്നായി പഠിക്കാൻ പറ്റണേ, കാത്തി രക്ഷിക്കണേ, ഗുഡ് ബോയ് ആക്കണേ, എന്റെ പുതിയ കൂളാണ് കൂടി ഉണ്ടാവണേ. ഓക്കെ, ഒരു മോത്തെ ഇങ്ങനെ പ്ലേയിങ് ഷോ കൊടുക്കും. ശുദ്ധി കൊത്തെ, ശുദ്ധി ശുദ്ധി തമ്പാച്ച, ശുദ്ധി അപ്പക്ക്, ശുദ്ധി കൊത്തെ, ശുദ്ധി അപ്പയ്ക്ക്. മമ്മിജി 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 ചാട്ടിന് കൊത്തെ. അപ്പൊ ഗായ്സ് ഞങ്ങള് ഇനി നേരെ സ്കൂളിലേക്ക് പോവാണ്. എവിടെ? പാർക്ക് സ്കൂളിലേക്ക് ഗുഡ് ബോയ് ആക്കാൻ. അപ്പൊ പോയിട്ട് ഞങ്ങള് വേഗം വരാം. ഓക്കെ, സ്കൂള് കാണാൻ വായോ. എല്ലാരും പാത്തിക്കണം. ആടിച്ചിന് അച്ഛനോട് പറഞ്ഞ അച്ഛാ സുധി സ്കൂളിൽ പോയിട്ട് വരാട്ടാ. വരാട്ടാ. ഉമ്മോടത്തെ പ്ലേയിങ് ഗുഡ് ബോയ്. അപ്പൊ ഗൈസ് നമ്മള് സ്കൂളിലേക്ക് ഇറങ്ങാണ്. എല്ലാരും ബ്ലഷ് ചെയ്യണം. അപ്പൊ ഗൈസ് ഞങ്ങള് പോവാണ്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ബാഗ് എടുക്കാം. ബാഗ് എടുക്കാനാ പറയണേ. എടുത്തരാം. വെച്ചിട്ടുണ്ടായില്ല, ബാഗ് അതിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്കൂളെത്തി. സ്കൂളിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കാണിക്കാം. LKG വേറെ സെക്ഷനാണ്. ഇതിൽ അപ്പൂസും കൂടി ഉണ്ടായിരുന്നത് വിച്ചൊക്കെ ഇറങ്ങി പോവാണ്. എല്ലാം തുടങ്ങിയെന്ന് തോന്നുന്നു. ഒരു അനക്കൊച്ചൊന്നും കേൾക്കാനില്ല. ഇതിൻ്റെ ഇടയിൽ അപ്പൂസിൻ്റെ ഡ്രൈവിങ്ങിൻ്റെ അവിടെ നിന്ന് എച്ചെടുക്കാൻ വേണ്ടി സാറ് വിളിച്ചു അല്ലേ ആഡിഷ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കൂടെ അപ്പൂസും ഉണ്ണീനെ കൊണ്ടാക്കാൻ 5 ദിവസമായിട്ട് വന്നതായിരുന്നു ത്രില്ലായിട്ട്. കാരണം അവൻ പോയി കഴിഞ്ഞ് ഉണ്ണീൻ്റെ കാര്യങ്ങൾക്ക് വരാൻ പറ്റില്ലല്ലോ. അടിച്ച് ഹായ് വാ അടിച്ചിൻ്റെ പാർക്ക് സ്കൂള്. അപ്പോൾ സാറ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിളിച്ചപ്പോൾ വേഗം അച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവനെ വരുന്ന വഴിയിൽ തന്നെ ഓൺ ദ വേയാണ് ഫോൺ വന്നത്. അവിടെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള ജോസ് ചായൻ അവനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ എന്താ പറയുക, ജോസ് ചായനും താങ്ക്സ്. ഇനിയിപ്പോൾ ഇവിടെ എന്തായാവോ പ്രവേശനോത്സവം കഴിഞ്ഞ് അറ്റൻഡൻസും കഴിഞ്ഞോ ഫസ്റ്റ് ഡേ തന്നെ കാണാം.
ഉക്കുലി പോവാനോ പുതിയ കുലിക്ക്. എന്തുമ്മ ആൻ്റെ പോവാം കാശിലേക്ക് പോയിട്ട് ആ പാർക്കിലേക്ക് പോവാം. ടീച്ചർ കൊണ്ടുപോട്ടാ പാർക്കിലേക്ക്. ടീച്ചർ കൊണ്ടുപോട്ടാ. അവരുടെ പാർക്ക് ചെറിയ പാർക്ക് കൂടി ഉണ്ട്, വലിയ പാർക്ക് പുറത്ത്. ഞാരത് തൊപ്പി അടിച്ചിനൊക്കെ ഒന്നടിക്കാൻ വിളിക്കണ്ടാ. അപ്പൊ ഗായ്സ് ആദിസിനെ ക്രൗൺ വെച്ച് കൊടുത്തോണ്ട് സൂപ്പറായി അവന്നെ. അങ്ങടെ പോണേ സൂപ്പറായ. പുതിയ സ്കൂള് വന്നപ്പോഴേ ഇഷ്ടായി ആള്. കണ്ടില്ലേ സൂപ്പറായി ആദി. മമ്മി എങ്ങടെ പോണ? അടപ്പ കളിക്കാൻ പറ്റില്ല, നീ ഇങ്ങോട്ട് വാ. അവൻ എങ്ങനെയാവുന്നൊരു ഐഡിയ ഉണ്ടാവുന്നില്ല. അപ്പൊ അവക്കറിയോ എന്നുള്ളൊരു പേടിയായിരുന്നു. കരച്ചിലൊന്നും ഉണ്ടായില്ല. അവന് ഈ സ്കൂൾ അന്ന് വന്നപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് പാർക്ക് സ്കൂൾ എന്നൊക്കെയാ പറയണേ. പിന്നെ അന്നുണ്ടായിരുന്ന കുട്ടീനെ അന്വികനെ അന്വേഷിക്കുന്നുണ്ട്. നേരം വൈകിട്ടൊന്നുമില്ല, പാരൻസ് ഒക്കെ വന്നു തുടങ്ങണല്ലോ. 10:30 ഒരു എന്നെ 8:30 പറഞ്ഞിട്ട് ഞാൻ തെറ്റി കേട്ട എന്തോ പീ പോണം. ദോശ കഴിച്ചോണ്ടിരിക്കുക. ദോശ 8:30 കരുതിയിട്ട് നമ്മൾ നേരത്തെ എല്ലാം സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ 10 മണിയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ദോശ പൊന്നു കയ്യിൽ പിടിക്കണമെന്ന കാരണം കുഴപ്പമില്ല. അതെ നേരത്തെ അതിന് മുന്നാണെങ്കിൽ ഞാൻ എവിടെ പോകണമെങ്കിൽ അരമണിക്കൂർ മുന്നേ അരമണിക്കൂർ ഇപ്പൊ 2 മണിക്കൂർ മുന്നെത്തിയിട്ടുണ്ട്. സമയം തെറ്റി. നമ്മളുടെ അപ്പൂസിനെ അച്ചെടുക്കലാണ്. അതെ കിട്ടിയാ മതി എന്തെടുക്കുമ്പോ കിട്ടുക. അച്ചെടുക്കുമ്പോ അവിടുന്ന് മാഷ് കൈവിട്ടു. അവൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. പക്ഷെ കൂടെ വന്നതായിരുന്നു. അപ്പഴാ മാഷിന്റെ ഒരു വിളി. ആദ്യം ഫുള്ള് അറേഞ്ചിങ് ഒക്കെയാണ് ഇവിടെ കസേര. അതെ ഞങ്ങൾ പേടിച്ചു വെച്ചാണെങ്കിലാണ്ടായിപ്പോ ബാക്കിലാരോളർന്ന് ഓടുന്നുണ്ട്.
പേര് ചോദിച്ചാ അവന്റെ പേര് ചോദിച്ചാ പേര് ചോദിച്ചാ ആദ്യം What is your name ചോദിച്ചാ Niga. നിന്റെ നിക. പേരല്ല. നിന്റെ ചോദിച്ചാ. ആ ടെഡി ബി എന്തിട്ടത് എന്തിട്ടത് ബോളുണ്ടാ എന്തായാലും കരച്ചിലൊന്നുമില്ല അതെ. എനിക്ക് ഉപകാരം. അറിയാണ്ട് നിൽക്കണ്ട നമ്മൾ പോകുമ്പോ എന്തായിരിക്കും അവസ്ഥ എന്നാണ്. ഇനി ഇന്ന് നമുക്ക് കൂടെ കൊണ്ടുപോവാം അതെ ഇനി വിച്ച് കൊടുന്ന് ഓഫീസിൽ ചെല്ലുമ്പോ അവിടെ ഇതൊക്കെ എന്തെങ്കിലും പറയുമ്പോ വിച്ച് കരയേണ്ടി വരുമോ മിക്കവാറും ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. എടാ അവന്റെ അൻവിക ആദിസിന്റെ സ്കൂളിൽ വരുന്നതിന്റെ വീഡിയോയില് കാണിച്ചില്ലേ വന്നപ്പോ തൊട്ട് അന്വേഷിക്കുന്നത് അൻവിക എവിടെ അൻവിക അയ്യ. അയ്ന്ന്. അൻവികനെ കണ്ട എല്ലാ ദിവസവും അൻവികയുടെ വീഡിയോ അൻവിക സുഖാണോ ചോദിച്ചു അൻവികയോട് അൻവികനെ കണ്ട സന്തോഷായി അൻവിക ഞങ്ങൾക്ക് അൻവിക എന്നും വീട്ടിലൊരു ഗസ്റ്റ് അല്ല വീട്ടിലൊരാളാണ് കാരണം കാലത്ത് തൊട്ട് ആ വ്ളോഗ വെക്കുക അതെന്നെ വെക്കുള്ളൂ ആരുടെ കൂടി ഇരിക്കുന്നേ? അൻവികയുടെ കൂടിയാ അൻവിക അൻവിക പൊള്ളിച്ചിരിച്ചിട്ടിരിക്കണേ. അതിതാരാ ഇതാരാ? അൻവിക ആദിസ്. അവിടെ ഫങ്ഷൻ തുടങ്ങണുള്ള ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പരിപാടി തുടങ്ങാറായി. ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. എന്നടിക്കുക ആ സൂപ്പർ സൂപ്പർ കൈകൊട്ട് 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 സൂപ്പർ സൂപ്പർ. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആട്ടമൊന്നും വേണ്ട. ചില വാക്കുകൾ അപ്പൂശി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് ഞാൻ ഇപ്പോഴൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൂശി വന്ന് അപ്പൂശി. വിദ്യാലയ സ്കൂളുകളുടെ ഗേറ്റ് കടന്ന് കുറേ മുന്നിലേക്ക് വരുമ്പോഴാണ് നമുക്ക് LKG, UKG, ആ അവിടെ നിന്ന് ജാലത്തോടും സഹാനുഭൂതിയും സ്നേഹവും ഉള്ളവരായിരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാണ്. മനുഷ്യനാണ് പ്രധാനം എന്ന് പറഞ്ഞ മഹാന്റെ ചിത്രമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. മതമല്ല, ജാതിയല്ല, മനുഷ്യനാണ് പ്രധാനം. അപ്പോൾ ഗായ്സ് ഇത് ആദിയുടെ ക്ലാസ്സിലേക്ക് പോവാണ്. ക്ലാസ് റൂം കാണാൻ ഇതിലാണല്ലേ? ഹായ് ടീച്ചറിൻ്റെ ക്ലാസ് അമ്പി.
ആദ്യത്തിന് സന്തോഷമായി ക്ലാസ് വന്നപ്പോൾ. എല്ലാവരും ചായ എടുത്തിട്ട് വരണേ. സൂപ്പറായ Nigo. Yes, Nuri. Yes, Miss. Nigo namanya. അവാർഡ് കിട്ടിയ പോലെ കാണിച്ചു കൊടുത്തതിന് അവാർഡ് കിട്ടിയ പോലെ ഇതിൽ പേരെഴുതണം നമ്മള്. ബസ്സിന്റെ അതാണ് ടയറി. ഈ പൊന്നാണ് ഇതൊക്കെ ഭരിക്കേണ്ടത്. അപ്പോ എനിക്ക് ഇനി ഒരു 10 കൊല്ലത്തോളം പണി. വീണ്ടും എന്റെ ജീവിതം ബാക്കി. പൊന്നിന് ഭരിക്കാനുള്ള ബുക്കുകളുണ്ട്. അപ്പൂസിനെ വളർത്തി പന്തലിപ്പിച്ച് ഇത്രയാക്കി. ഇനി അടുത്തത് ഞാൻ വീണ്ടും റീസൈക്ലിങ്. ഹായ് പറഞ്ഞേ. ഗുഡ് ബൈ ആയിട്ട് സങ്കടം. അയ്യോ പക്ഷെ അൻവിക ശരിക്ക് വേറെ ബ്രാഞ്ചിലാണ്, ഇവിടുത്തെ ബ്രാഞ്ചിലല്ല. അത് നമ്മളിപ്പോഴാണ് അറിയുന്നത്. ആദ്യം അവിടെ സങ്കടം, അൻവികയ്ക്കും സങ്കടം. പിന്നെ മറ്റേ ദേവികയുടെ മോള് ആദ്യ ക്ലാസ്സിലേക്ക് രാവിലെ അവിടെ ഇരിക്കുന്നു. ആ ശരി, ഓക്കെ. സി വീഡിയോ വരുമ്പോ കാണണ്ടോ. ചേച്ചിയുടെ അടുത്ത് അന്വേഷണം പറയില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. അതെ, നാളെ തൊട്ട് അംഗം തുടങ്ങാണ്. ഗായത്രി മിസ്സാണ് ക്ലാസ് മിസ്. പിന്നെന്താ ബാക്കി വിശേഷങ്ങളും കുറെ കാര്യങ്ങളൊക്കെ ഇനിയും ചെന്നിട്ട് ചെയ്യാണ്ട്. ദേവിക 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 ഇവിടെ കുഴുകൽ തുടങ്ങിയിട്ടുണ്ട്. JKGB ആണ് നമ്മുടെ ആദിസിന്റെ ഇതാണ്. JKGB അടച്ചിട്ടേ കാണാം. ഇതിലൂടെ പോക്കാം. ആദിസിന്റെ സ്കൂളാണിത്. ആദിസിന്റെ സൂപ്പർ സ്കൂള്. ആദിസിന്റെ സൂപ്പർ സ്കൂള്. എങ്ങനെ എത്തിയെന്ന് കണ്ട? ഇത് കണ്ട നീ നിന്റെ പാർക്ക്? അപ്പോ അപ്പൂസിനെ വിളിക്കുന്നു. അപ്പൂസ് ഇതാണ് നമ്മുടെ ആദീസിന്റെ സ്കൂളിന്റെ ഫ്രണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും. അവൻ വരുന്ന അവനെ ഇത് കിട്ടണമെന്ന് ആഗ്രഹം എന്നറിയോ? അത് നിനക്ക് കിട്ടിയില്ലേ? ആ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. നിനക്ക് ഗ്രീനാ കിട്ടാൻ ഞാൻ റെഡ് കിട്ടിയിട്ട്. അപ്പൊ ഗായ്സ് ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങാണ്, പോവാണ്. ആദ്യം എല്ലാ പരിപാടിയും കഴിഞ്ഞു. നടന്ന് നമ്മള് വണ്ടി ഇട്ടോടത്തേക്ക് എത്തിയിട്ടുണ്ട്. ആള് വരുന്നത് സ്കൂളിൽ നിന്ന് മാർക്ക് ഉപയോഗിക്കാൻ പാടില്ലേ? പാർക്ക് പുതിയ സ്കൂളിൽ നിന്ന് പറഞ്ഞപ്പോ എന്നോട് പറയാ പോകുന്നത്.
പോവാണ്. അപ്പൊ ഇനി ആദ്യം നാളെ തൊട്ട് ഉച്ചയായി 1 മണി 1:15 അപ്പോൾ നാളെ തൊട്ട് ഇനി ആദ്യം സ്കൂളിലേക്ക് വരികയാണ് യൂണിഫോമിൽ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നാളെ ഇതേപോലെ നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും